السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു വച്ച ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ ഗിനാഉ റുഖിയ്യത്തു സിന വഹുവ മിൻ അഅ്ളമിൽ അസ്ബാബി ലിവുഖൂഇൽ ഫവാഹിഷ്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാണ്, അൽ ഗിനാഉ സംഗീതം എന്ന് പറയുന്നത് റുഖിയ്യത്തു സിന, അത് വ്യഭിചാരത്തിൻ്റെ മന്ത്രമാണ്. വഹുവ മിൻ അഅ്ളമിൽ അസ്ബാബി ലിവുഖൂഇൽ ഫവാഹിഷി, ഒരു തിന്മയിൽ മോശത്തരങ്ങളിൽ വീഴാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് സംഗീതമാണ് എന്നാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു. സമാനമായ രൂപത്തിൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാചകം കാണാം, അൽ ഗിനാഉ യുൻബിതു നിഫാഖ ഫിൽ ഖൽബി കമാ യുൻബിതുൽ മാഉ വൽ ബഖ്ല. അദ്ദേഹം പറയാണ്, സംഗീതം എന്ന് പറയുന്നത് യുൻബിതു നിഫാഖ്, അത് നിഫാഖിനെ, കപടതയെ വളർത്തും. ഫിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിൽ. ഒരാൾ കൂടുതലായിക്കൊണ്ട് സംഗീതം കേൾക്കുന്ന, സംഗീതം ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അയാളുടെ ഉള്ളിൽ നിഫാഖ് വളരും. ഏതുപോലെ? കമാ യുൻബിതുൽ മാഉ വൽ ബഖ്ല, വെള്ളം എങ്ങനെയാണോ ചെടികളെ മുളപ്പിക്കുന്നത്, പച്ചപ്പുകളെ വളർത്തുന്നത്, അതേ രൂപത്തിൽ ഒരാളുടെ ഹൃദയത്തിൽ നിഫാഖ്, കപടത വളർന്നുകൂടുമെന്ന് മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവും പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം പോലെ നമുക്ക് ഓരോരുത്തർക്കും ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ തുറന്നാൽ നമ്മുടെ സ്റ്റാറ്റസുകളിൽ, അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന സ്റ്റാറ്റസുകളിൽ തുടങ്ങി ഏത് നിലക്ക് നമ്മൾ നോക്കിയാലും ശ്രദ്ധിച്ചാലും അത്രയധികം ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒന്നായി സംഗീതം മാറിയിരിക്കുന്നു എന്നാണ്. നമ്മളാണ് നമ്മുടെ ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാകുന്നതിനെ തൊട്ട്, അതുപോലെ തന്നെ വൃത്തികേടുകളിൽ, ആഭാസത്തരങ്ങളിൽ പോയി വീഴുന്നതിനെ തൊട്ട് നമ്മളാണ് നമ്മളെ സംരക്ഷിക്കേണ്ടുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ സംഗീതത്തിലേക്ക് എത്തിച്ചേരുന്ന നമ്മളെ സ്റ്റാറ്റസുകളാവട്ടെ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവട്ടെ, സംഗീതവുമായി ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതില്ല എങ്കിൽ അതിന് പകരമായിക്കൊണ്ട് നമ്മൾ നൽകേണ്ടുന്നത് നമ്മുടെ ദീൻ തന്നെയൊക്കെയാണ്. കാരണം ഒരാളുടെ ഉള്ളിൽ നിഫാഖ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായിട്ടും അയാൾ അള്ളാഹു ഉണ്ടോ, അള്ളാഹു ഇനി ഒരു വിചാരണ ദിവസം വരാനുണ്ടോ, ഖബറുണ്ടോ, ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതമുണ്ടോ, ഇതൊക്കെ അയാളുടെ ഹൃദയത്തിലൊരു ചോദ്യചിഹ്നം പോലെ ആയിരിക്കും. നേരെ മറിച്ച് ഉറച്ച വിശ്വാസം ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ഉണ്ടാകില്ല. അതുപോലെ തന്നെ തിന്മകളിലേക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് റുഖിയ്യത്തു സിന എന്നാണ്. സിനയുടെ, വ്യഭിചാരത്തിൻ്റെ മന്ത്രമാണ് സംഗീതം എന്നുള്ളതാണ്. ഒരാൾ സ്വാഭാവികമായിട്ടും ഒരാൾ വ്യഭിചാരത്തിലേക്ക് വീണു കഴിഞ്ഞാൽ മറ്റു തിന്മകളെ പോലെയല്ല. വ്യഭിചാരത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ശൈത്താൻ അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത നിരാശ ഇട്ട് കൊടുക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വല്ലാത്ത ഒരു നിരാശ അവൻ്റെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, നീയൊക്കെ എന്തിനാണ് അമൽ ചെയ്യുന്നത്, നീയൊക്കെ എന്തിനാണ് ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗഫാറാണ്, ഗഫൂറാണ് എന്നുള്ള സിഫാത്തിനെ കുറിച്ച്, അവൻ്റെ അസ്മാകളെ കുറിച്ചൊക്കെ ശൈത്താൻ നമ്മളെ മറപ്പിച്ച് കളഞ്ഞ് നമ്മളെ നിരാശയിലാക്കിക്കൊണ്ട് നമ്മളെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയും. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ അകറ്റി നിർത്തേണ്ടുന്ന ഒരു കാര്യമാണെന്ന് കൂടെ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല വൃത്തികേടുകളിൽ നിന്നും അപാസത്തരങ്ങളിൽ നിന്നും എല്ലാം വിട്ടുനിന്ന് അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.